സൂവിലെ കാഴ്ചകൾ കണ്ടു കഴിഞ്ഞപ്പോൾ തൊപ്പിവെച്ച് കഴുത്തിലൂടെ ഒരു ഷോൾ ഇട്ട ഒരു ചേട്ടൻ ഞങ്ങളെ മാടി വിളിക്കുന്നത് കണ്ടത്. ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞപ്പോഴാണ് കഴുത്തിലൂടെ ഇട്ടത് ഷോളല്ല, ഒരു പാമ്പാണ് എന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞത്. പാമ്പിനെ കണ്ടതും ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടായ രണ്ട് ആളുകൾ പാമ്പിനെ കഴുത്തിലിട്ടാനും ചുംബിക്കാനും തുടങ്ങി. പാമ്പിനെ കഴുത്തിലിട്ട് കെട്ടിപ്പുണർന്നും ചുംബിച്ചും സിദ്ദിഖ് ചേട്ടനും അരുൺ കാണിച്ചു കൂട്ടിയ സാഹസിക രംഗങ്ങൾ എന്നെ തീർത്തും അമ്പരപ്പെടുത്തി. ഒരു പൂമാല ഏറ്റുവാങ്ങുന്ന ലാഘവത്തോടെ പാമ്പിനെ സധൈര്യം കഴുത്തിലേറ്റുവാങ്ങി ടോണിച്ചേട്ടനും എന്നെ ഞെട്ടിച്ചു. എന്നാൽ പാമ്പിനെ ഏറ്റുവാങ്ങാൻ അദ്ദേഹം കാണിച്ചു കൂട്ടിയ ധൈര്യം പിന്നീട് അദ്ദേഹത്തിൽ കണ്ടില്ല. ഉത്തര സ്വയംവരം കഥകളിൽ പോലും കണ്ടിട്ടില്ലാത്തത്ര എക്സ്പ്രഷനായിരുന്നു പിന്നീട് അദ്ദേഹത്തിന്റെ മുഖത്ത് മിന്നിമാഞ്ഞത്. ഒരു ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യാൻ വന്ന എന്റെ ദേഹത്തേക്കും ആ കാലമാടൻ പാമ്പിനെ എടുത്തിട്ടോ. പാമ്പിനെ എടുത്ത് എന്റെ കഴുത്തിലിട്ടങ്ങിയപ്പോൾ എന്റെ സ്ഥിതിയും മറിച്ചല്ലായിരുന്നു. ടോണിച്ചേട്ടന്റെ മുഖത്ത് വന്ന അതേ ഭാവവ്യത്യാസങ്ങൾ എന്റെ മുഖത്തും വന്നു തുടങ്ങി. പാമ്പിന്റെ വാല് കഴുത്തിൽ ചുറ്റി ശ്വാസം മുട്ടാൻ തുടങ്ങിയിട്ടും ഞാൻ ആ കാര്യം എത്ര വിളിച്ചു പറഞ്ഞിട്ടും ആർക്കും ഒന്നും മനസ്സിലാവുന്നില്ലായിരുന്നു.